പോത്തിനൊക്കെയായിരുന്നെന്ന് നീ മറന്നു പോകരുത്. അന്നാ കഴുത്തിലണിയിച്ച ബഹുസ്വര മാല നിന്നെ അണിയിച്ചത് എന്തിനായിരുന്നെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നേയില്ല. പഞ്ചവത്സരോത്സവ പരിപാടിക്ക് നേതൃത്വം വഹിക്കുന്നവർ തൂക്കിയും അളന്നും വെട്ടിയും മുറിച്ചും കിളച്ചും മറിച്ചും നിന്നെ വൃതമാക്കുന്നത് കാണുമ്പോൾ ഒരു കുട്ടിക്കുരങ്ങന്റെ കഴുത്തിലാണോ ഈ മാല ചാത്തിയെന്ന് എനിക്കിപ്പോൾ തോന്നിപ്പോവുകയാണ്. ഹേ ദേവി മഹാമായേ, നിന്റെ ദേഹത്ത് പൂശാൻ ഭസ്മമുണ്ടാക്കുന്നതിന് നീ മഹാരഥന്മാർ തീർത്ത ചരിത്ര താളുകളെ ചുട്ടു ചാമ്പലാക്കരുത്. ഇന്ത്യയിൽ എല്ലായിടത്തും ചാണകങ്ങളുണ്ട്. അതെടുത്ത് കത്തിച്ച് ആവശ്യമുള്ള വസ്ത്രം ഉണ്ടാക്കാം. അല്ലാതെ ഉണ്ണുന്നവനും ഉടുക്കുന്നവനും നൽകുന്ന കരപ്പണം കവർന്നെടുത്ത് കുംഭമേളകൾ നടത്തി പൊലിപ്പിക്കരുത്. കോടിക്കണക്കായ മനുഷ്യ വിസർജ്യത്താൽ ഗംഗാജലം ശുദ്ധിവൽക്കരിക്കരുത്. ഇൻഡോറിലെ കുട്ടികളിലത് വിഷമായി തീർന്നതറിഞ്ഞില്ലേ? എത്രയെത്ര പവിത്രതകളാണ് അതിന് ഇരയാതെന്ന് നിനക്കറിയുമോ? നിന്റെ കൂലിമാത്രകൾ എത്ര മറച്ചു വെച്ചാലും സത്യം ഒരു നാൾ തുണി ഉടുക്കാതെ പുറത്തു വരും. മൂന്നാം തവണ ആഘോഷ കമ്മിറ്റിയായിട്ടും ശുചിമുറി ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഗംഗയിലൂടെ ഇനിയും മലം കലർന്ന ശുദ്ധജലം ബഹുജനങ്ങൾക്ക് ഒഴിക്കേണ്ടി വരും. ഒരു നാളത് ബോട്ടലുകളിലൂടെ ശുദ്ധജൽ എന്ന നാമീകരണത്തിൽ ഇവിടെയും എത്താം. അതാണ് എൻ്റെ ആദി, അതാണ് എൻ്റെ യോനി ലിംഗാരാധകർക്ക് ക്ഷേത്രമുണ്ടാക്കി കഴിക്കാതെ മനുഷ്യർ തിന്നാനും ഉടുക്കാനും വിസർജിക്കാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കും. ഇന്ത്യ എന്ന പുതിയ മണവാട്ടിയുടെ കഴുത്തിൽ ചാർത്തിയ റിപ്പബ്ലിക് മാലയിൽ എൻ്റെ കേരപുഷ്പം കൂടിയുണ്ട്. ഞാനതിൽ അഭിമാനിക്കണോ അതോ അപമാനിതനാകണോ എന്നാണ് എൻ്റെ ചിന്ത. അതാണ് എൻ്റെ ആദി.